എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിൽ പഠിക്കാമെന്ന നമ്മുടെ 37ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോർഡിനേഷൻ കൺജങ്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നൈദർ നോർ. അതിൻ്റെ അർത്ഥം അതുമല്ല ഇതുമല്ല. രണ്ട് നെഗറ്റീവ് സെന്റൻസുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് നൈദർ നോർ ഉപയോഗിക്കുന്നത്. either എ നോർ ബി, വേണമെങ്കിൽ നോർ സിന്നോ അല്ലെങ്കിൽ അടുത്ത നമ്പറുകൾ എഴുതാം. നൈദർ ഒരു നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് രണ്ട് നെഗറ്റീവ് വാചകങ്ങളെയാണല്ലോ കൂട്ടി വരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഇല്ല, പാടില്ല, നോ, ഡോണ്ട് എന്നീ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. ഷീ ലൈക്സ് ടീ ആൻഡ് കോഫി. ഇനി അവൾ ചായയും കാപ്പിയും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഷീ ലൈക്സ് നൈദർ ടീ നോർ കോഫി. അവൾ ചായയും കാപ്പിയും ഇഷ്ടപ്പെടുന്നില്ല. ഷീ ഡസൻറ്റ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് നൈദർ വെച്ച് തുടങ്ങാൻ പാടില്ല. ആണ് നേരത്തെ പറഞ്ഞത്. നെഗറ്റീവ് വാചകം പിന്നെ അതിൽ നെഗറ്റീവ് വേർഡുകൾ അതിൽ എഴുതാൻ പാടില്ല. ഡോണ്ട് ലൈക്ക് ഒന്നും വെക്കാൻ പാടില്ല. നൈദർ രമേഷ് നോർ സുരേഷ് കെയിം. neither my friends nor my brother is here. അവർ ഇവിടെ ഇല്ല. അപ്പോൾ ഈസ് വന്നത് നോർ കഴിഞ്ഞിട്ട് ബ്രദർ ആയതുകൊണ്ട് ഇനി തിരിച്ചിട്ട് കഴിഞ്ഞാൽ neither my brother nor my friends are here അങ്ങനെ വരും. മനസ്സിലായതോ? നോറ് കഴിഞ്ഞിട്ട് ഏകവചനാണെങ്കിൽ ഈസ് വയ്ക്കും, നോറ് കഴിഞ്ഞിട്ട് ബഹുവചനാണെങ്കിൽ ആറ് വയ്ക്കും. അത് അതിനനുസരിച്ചാണ് വയ്ക്കുക. നോറ് കഴിഞ്ഞതിന് ശേഷമാണ് തീരുമാനിക്കുക. neither tea nor coffee nor milk available. ഇവിടെ ചായയും കാപ്പിയും പാലും ലഭ്യമല്ല. ഡു യു ലൈക്ക് ടീ ഓർ കോഫി? അപ്പോൾ അതിന് ഉത്തരം ഇതുപോലെ വലിച്ചു വാരി എഴുതേണ്ട. നൈദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും വേണ്ടെന്നാണ് അർത്ഥം വരിക. സിമ്പിളായിട്ട് നമ്മൾ ഒറ്റ വാക്കിലൊക്കെ എഴുതുമ്പോൾ. പിന്നെ നമ്മൾ ഫാൻ ബോയ്സിൽ ആദ്യം എഫിൽ ഫോർ പഠിച്ചു, പിന്നെ ആൻഡ് മുന്നേ പഠിപ്പിച്ച് തന്നിട്ട് ഇപ്പം നോറ് പഠിച്ചു. ഇനി ബാക്കിയുള്ളത് അടുത്ത ദിവസങ്ങളിൽ പഠിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും ക്ലാസ്സുകൾ കാണുക.